ഹായ് ഫ്രണ്ട്സ്, 7 ഡേയ്സ് ഫർഗീവ്നെസ് ചലഞ്ചിന്റെ 4ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിച്ചത്. നമ്മളെ വേദനിപ്പിച്ച സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചു, നമ്മുടെ വികാരങ്ങളെ അംഗീകരിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മളിൽ തന്നെയാണ്. പലപ്പോഴും ക്ഷമിക്കേണ്ട ഏറ്റവും പ്രയാസമുള്ള വ്യക്തി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഞാൻ ഇത്രയും വിശ്വസിക്കരുതായിരുന്നു അവരെ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചേ? ഇത്തരത്തില് നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തകൾ നമ്മൾ വർഷങ്ങളോളം കൊണ്ടു നടക്കും. ഇന്ന് നമ്മൾ ആ ഭാരത്തിൽ നിന്ന് മോചിതരാകാനുള്ള യാത്രയിലാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്നതിൻ്റെ വില എന്താണ്, എന്ത് വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു സ്വരം കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ് കുഴപ്പമായ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. ഇങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഓർക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഓർക്കും. കാരണം മനുഷ്യ മനസ്സ് തെറ്റുകളെ ശക്തമായിട്ട് പിടിച്ചു വെക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കാണിക്കുക. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, അന്ന് നിങ്ങൾക്ക് ഇന്നത്തെ അറിവുണ്ടായിരുന്നോ? അന്ന് നിങ്ങൾക്ക് ഇന്നത്തെ അനുഭവം ഉണ്ടായിരുന്നോ? അന്ന് നിങ്ങൾക്ക് ഇന്നത്തെ പക്വത ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അന്ന് ലഭ്യമായ അറിവും സാഹചര്യവും ഉപയോഗിച്ചാണ് അന്നത്തെ തീരുമാനങ്ങൾ എടുത്തത്. ഇന്ന് നാം പിന്നിലേക്ക് നോക്കി സ്വയം വിധിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അത് ശരിയാണോ? നീതിയാണോ? എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. ആരും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ആരും പെർഫെക്റ്റ് അല്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അധ്യാപകര്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ നേതാക്കള്, സെലിബ്രിറ്റികള്, ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകള്, ഇവരാരും തന്നെ തെറ്റുകൾ ഇല്ലാത്തവരല്ല. ഓരോ മനുഷ്യനും തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, തെറ്റായ ആളുകളെ വിശ്വസിച്ചു പോയിട്ടുണ്ട്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്, വേദനിപ്പിക്കുകയും വേദനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ മാത്രം പൂർണ്ണനാകണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് എന്തിനാ? സെൽഫ് ഫോർഗീവ്നെസ് ആരംഭിക്കുന്നത് ഈ തിരിച്ചറിവിൽ നിന്നാണ്. ഞാൻ മനുഷ്യനാണ് എന്ന തിരിച്ചറിവിൽ നിന്ന്. ഇപ്പൊ നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക, കണ്ണുകൾ മെല്ലെ അടയ്ക്കുക, നടുനിവർത്തിയിരിക്കുക, കൈകളെ മടിയിൽ തുറന്നു വെക്കുക. സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കുക. നിങ്ങൾക്ക് സുഖാസനത്തിലാണെങ്കിൽ കൈകളെ മടിയിൽ തുറന്നു വെക്കുക. ഇനി കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാലുകൾ തറയിൽ മുട്ടിച്ചു വെക്കുക, നടുനിവർത്തിയിരിക്കുക, കൈകളെ മടിയിൽ തുറന്നു വെക്കുക, കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഇനി നിങ്ങൾ നന്നായിട്ട് നീട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. പതുക്കെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഓർക്കുക, അത് മനസ്സിലേക്ക് വരട്ടെ. ഇപ്പൊ നിങ്ങൾ ആ സമയത്തെ നിങ്ങളുടെ മനസ്സിൽ കാണുക. ആ സംഭവം നടന്ന ആ സമയം നിങ്ങൾ മനസ്സിൽ കാണുക. അതേ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക. അതേ രംഗം മനസ്സിൽ കാണുക. അതേ സ്ഥലം, അതേ ആളുകള്, അതേ ശബ്ദങ്ങള്. ആ ലെവലിൽ നിങ്ങൾ ആ സംഭവം ഓർക്കുക. അന്ന് അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകള്, അതേ സ്ട്രെസ്, അതേ വേദന, അതേ കുറ്റപ്പെടുത്തൽ എല്ലാം നിങ്ങൾ അതേപോലെ തന്നെ അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങൾ ആ ഇവന്റ് റിലീവ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ സ്നേഹം തേടിയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി ഏതാണെന്ന് അറിയില്ലായിരുന്നിരിക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ പറയാ, ആ സമയത്ത് എനിക്ക് അറിയാവുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ ചെയ്തു. വീണ്ടും മനസ്സിൽ പറയുക, ആ സമയത്ത്
എനിക്കറിയാവുന്നതിൽ ഏറ്റവും നല്ലത് ഞാൻ ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കറിയാവുന്നതിൽ വെച്ച് ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്കറിയാവുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് ഞാൻ എടുത്തത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തോടു കൂടി പറയാം. നിങ്ങൾ വീണ്ടും നീട്ടി ഒരു ശ്വാസം വലിച്ചെടുക്കുക ഉള്ളിലേക്ക്. പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. പതുക്കെ വായിലൂടെ ഊതി ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കുക. നിങ്ങളൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. സെൽഫ് ഫോർഗീവ്നെസ് എന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിപ്പോകലല്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ അംഗീകരിക്കണം. ആവശ്യമെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയും വേണം. നമ്മൾ അതിനകത്തുനിന്ന് പാഠങ്ങൾ പഠിക്കണം. പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ സ്വയം നമ്മളെ ശിക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗിൽട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. ആ ഗിൽട്ടിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാം, അതിൽ നിന്നുള്ള വിസ്ഡം നമുക്ക് എടുക്കാം. പക്ഷെ ആ ഗിൽട്ട് കൊണ്ട് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്സ്, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ എന്ത് ഇൻസിഡന്റ് ആണോ കഴിഞ്ഞു പോയത്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു പോയി. അതിനകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധത്തെ നമ്മൾ ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണം. അന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ള തീരുമാനം എടുത്തു, അത് ബെസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ അത് തെറ്റായ തീരുമാനമായിരുന്നിരിക്കാം. അതിന് നമ്മൾ തിരുത്തുക, അത്രയല്ലേ വേണ്ടൂ. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ തന്നെ 10 വയസ്സുള്ള രൂപം നിങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്ന് വിചാരിക്കുക. അവനല്ലെങ്കിൽ അവൾ ഒരു തെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ആ കുഞ്ഞെ കൊച്ചിനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയും? നീ വിലകെട്ടവനാണ്, നീ ഒരിക്കലും മാറില്ല, നീ നന്നാവില്ല, അങ്ങനെയാണോ നമ്മൾ പറയാ? അല്ല. നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുക കുഞ്ഞിനോട്? നിങ്ങൾ സ്നേഹത്തോട് സംസാരിക്കും, വളരെയധികം പിന്തുണ കൊടുക്കും, അല്ലേ? വീണ്ടും ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കും. തെറ്റ് പറ്റിപ്പോയി, സാരമില്ല, പോട്ടെ, നമുക്ക് ഇനി ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നല്ലേ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളോടും അതേ കരുണ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾക്കും അതിന് അർഹതയുണ്ട്. ഇനി നിങ്ങളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് താഴെ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കണം. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നത്, ബാക്കി പൂരിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഏത് സംഭവമാണ് നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തി, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നതെന്ന് ഓർത്തിട്ട് ആ സംഭവത്തെ നിങ്ങൾ തുറന്നെഴുതുക. എന്നിട്ട് ആ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, അടുത്തത് എഴുതേണ്ടത്, അടുത്ത പൂരിപ്പിക്കേണ്ട സെന്റൻസ്. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് എന്ന് നിങ്ങൾ എഴുതണം. അടുത്തതായിട്ട് ഇനി മുന്നോട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണ്, അതുകൂടെ എഴുതുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിലെ ശക്തമായിട്ടുള്ളൊരു ചുവടുവെപ്പായിരിക്കും അത്. അതിനുശേഷം നിങ്ങളെ കണ്ണുകളൊന്ന് അടച്ച് ഒരു ദീർഘനിശ്വാസം, നീട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിക്കുക. ഞാൻ എൻ്റെ ഭൂതകാലമല്ല, ഞാൻ എൻ്റെ തെറ്റുകളേക്കാൾ വലുതാണ്. ഞാൻ പഠിക്കുന്നു, ഞാൻ വളരുന്നു, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു, ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. വീണ്ടും ഒന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ ഭൂതകാലമല്ല, ഞാൻ എൻ്റെ തെറ്റുകളേക്കാൾ വലുതാണ്. എൻ്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിക്കുന്നു, ഞാൻ അങ്ങനെ വളരുന്നു, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു, ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. നന്നായി നീട്ടി ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഫീൽ ദാറ്റ് റിലാക്സേഷൻ. ഇനി കണ്ണുകൾ തുറക്കുക. ഇനി നിങ്ങൾ വളരെ ആഴത്തിലുള്ളൊരു ഹീലിംഗ് സ്റ്റെപ്പ് എടുത്തു. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ സ്വയം ക്ഷമിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വമല്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടാൻ അർഹതയുള്ളതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.
താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.